എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 14-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇടമുളയിൽ വീട് കുറച്ചകലെ കണ്ടപ്പോഴേക്കും തന്നെ രണ്ടുപേർക്കും നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ വീടാണ്. തിരിച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തു പറയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തു വേണമെങ്കിലും പറയാം, ഇറക്കി വിടുകയും ചെയ്യാം. ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക തന്നെ. അനുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കത്രീനാമ്മ തന്നെയാണ് മുമ്പിൽ നടന്നത്. പിന്നിലായി അല്പം മടിയോടെ അവതച്ചനും നടന്നു. മുറ്റത്തേക്ക് കയറി വരുന്ന മകളെ ചാരുകസേരയിൽ കിടന്ന കുട്ടിച്ചൻ കണ്ടു. അപ്പോഴേ അയാൾ നീട്ടി അകത്തേക്ക് വിളിച്ചു. സാറാമ്മോ, നമ്മുടെ കത്രീനയും കെട്ടിയോനും കൊച്ചും കൂടി വരുന്നുണ്ടടി. വേഗം ഇങ്ങോട്ടിറങ്ങി വാ. എന്നിട്ട് നീ ആ കൊച്ചിനെ ഇങ്ങ് മേടിക്ക്. കുട്ടിച്ചൻ വിളിച്ചു പറയുന്നത് ജോസും കേട്ടു. അവനും വേഗം തന്നെ ഇറങ്ങി വന്നു. ഒരേ സമയത്ത് തന്നെ സാറാമ്മയും ജോസും മുറ്റത്തേക്ക് എത്തി. ജോസിൻ്റെ ഭാവം ആകെ അങ്ങ് മാറി. അവൻ പറഞ്ഞു, പറയാതെ ഇറങ്ങിപ്പോയവൾ അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് കയറണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ തീരുമാനിച്ചു പറയുവോളം നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. അപമാനിച്ചു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജോസിന് അവരോട് ദേഷ്യമുണ്ടെന്നറിയാമായിരുന്നു. എന്നാലും ഇത്ര നാളായില്ലേ, അതൊക്കെ ക്ഷമിച്ചു കാണുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ശമനവും വന്നിട്ടില്ല എന്ന് ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി. എന്നാലും അവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മാത്രവുമല്ല, അവളുടെ ഒക്കത്തിരിക്കുന്ന തൻ്റെ കൊച്ചു കുഞ്ഞിനെ എടുക്കാൻ സാറാമ്മയ്ക്ക് കൈ ധരിക്കുന്നു. നല്ല തങ്കക്കുടം പോലെ ഒരു കുഞ്ഞ്. സാറാമ്മ തിരിഞ്ഞ് സങ്കടത്തോടെ കുട്ടിച്ചനെ നോക്കി. അതിൻ്റെ അർത്ഥം അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അയാൾ ജോസിനെ വിളിച്ചു. നീ അവരെ തടയുകയൊന്നും വേണ്ട. അവരിങ്ങോട്ട് കയറി വന്നോട്ടെ. അവർ ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല. ഇനി താമസത്തിന് വന്നതാണെങ്കിലും നിനക്കുള്ളതുപോലൊരവകാശം അവൾക്കുമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ നിന്നെപ്പോലെ വീട്ടിൽ ഓടി നടന്ന് പണിയെടുത്തവളാണ് അവളും. ഒരു പരിധിവരെ നോക്കിയാൽ നിന്നെക്കാളും കൂടുതൽ. അതുകൊണ്ട് ഒരുത്തനും ആരെയും ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നും മാറി അവർക്ക് വഴി കൊടുക്കുന്നതാണ് നല്ലത്. ജോസിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ തൽക്കാലം മാറി നിന്നു. എന്നാൽ കത്രീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം എല്ലാവരെയും ഒന്ന് അതിശയിപ്പിച്ചു. അവൾ ചേട്ടായിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. ഞാൻ ആശിച്ചു പോയതല്ലേ ചേട്ടായി ഈ ജീവിതം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആശിച്ചത് നേടാൻ ചേട്ടായി ഒന്നും അനുവദിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് പോകേണ്ടി വന്നത്. എന്നോട് പൊറുക്കണം. എന്നിട്ടും ദേഷ്യമുണ്ടെങ്കിൽ പണ്ട് തരുന്നത് പോലെ തന്നെ ചെവിക്ക് പിടിച്ച് 2 കിഴുക്കുതാ. അതുകൂടി വാങ്ങിയാലേ എനിക്കൊരു സമാധാനമാവുകയുള്ളൂ. ഞാൻ ഇപ്പോഴും ആ കുഞ്ഞനിയത്തി കത്രീന തന്നെ. എനിക്ക് എന്നും ഇനി അങ്ങനെ ആയാൽ മതി. ജോസ് ദേഷ്യം തീരുവോളം അവളെ നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് പെങ്ങളെ അവൻ തന്നെ കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ആങ്ങളയുടെയും പെങ്ങളുടെയും ദേഷ്യവും സങ്കടവും എല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനു എവിടെയെന്നവർ നോക്കിയത്. സുഖമായി സാറാമ്മയുടെ ഒക്കത്തിരുന്ന് അനു അവരുടെ തലയിലെ വെളുത്ത തലമുടികൾ ഓരോന്നായി വലിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾ അമ്മച്ചിയോട് കമ്പനിയാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. ഇതുതന്നെ ആയിരുന്നല്ലോ അവിടുത്തെ വീട്ടിൽ ചെന്നപ്പോഴും. സ്വന്തക്കാരെ തിരിച്ചറിയാൻ കുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അല്ലാതെ ഇതിനെന്താണ് പറയാൻ കഴിയുക? ആനക്കയത്ത് അറിയില്ലാത്ത ഒരമ്മച്ചിയെ പള്ളിയിൽ കണ്ടാൽ അനു ആ ഭാഗത്തേക്ക് പോവുകയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ സാറാമ്മച്ചിയെ ആദ്യമായി കാണുകയാണ്. എന്നിട്ടോ നിമിഷ നേരത്തിനുള്ളിൽ അവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരായി. ഇപ്പോൾ തങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു പോലുമില്ല. അച്ഛയും വേണ്ട, അമ്മയും വേണ്ട. കത്രീന കുട്ടിച്ചനോടും മാപ്പ് പറഞ്ഞു. അയാൾ പറഞ്ഞത് നേരെ തിരിച്ചാണ്. നീ അതിൽ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചേ. നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അത് അംഗീകരിക്കേണ്ട കടമ എനിക്കായിരുന്നു. ഞാനാണതിൽ വഴികേട് കാണിച്ചത്. അതുകൊണ്ടാണല്ലോ നിനക്ക് പോകേണ്ടി വന്നത്. നിന്നെ തെറ്റു പറയുന്നതിൽ കാര്യമില്ല. തടിയുടെ വളവിലും ആശാരിയുടെ ചെത്തിലും ഉണ്ടെന്ന് കൂട്ടിക്കൂ. കുറഞ്ഞ സമയം കൊണ്ട് അവർ തമ്മിലുള്ള പരിഭവവും പിണക്കവും ഒക്കെ ഇല്ലാതെയായി.
കത്രീന പഴയതുപോലെ അടുക്കളയിൽ കയറി. അപ്പോഴും അനു സാറാമ്മച്ചിയുടെ കൂടെ മുറ്റത്തും പൂന്തോട്ടത്തിലുമൊക്കെ ചുറ്റി നടക്കുകയാണ്. അവൾക്ക് കാണുന്നതെല്ലാം പുതുമയാണ്. തുമ്പികളെ പിടിച്ചു കൊടുക്കാനും പൂമ്പാറ്റയെ പിടിച്ചു കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നു. സാറാമ്മച്ചി അതുപോലെ ചെയ്തു കൊടുക്കുന്നു. അവൾ സന്തോഷിച്ചുകൊണ്ട് അമ്മച്ചിയുടെ ഒക്കത്തിരുന്ന് കൂടെ പോകുന്നു. കത്രീന എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി. ചോറ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സാധനങ്ങൾ ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവൾ ഊണിനുള്ള കറികൾ തയ്യാറാക്കി. എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ബേബിയുടെ വരവ്. വീട്ടിൽ ആരോ പുതിയതായി വന്നിട്ടുണ്ടെന്ന് അവൻ പുറമേ നിന്നേ മനസ്സിലാക്കി. ആരായിരിക്കണം എന്ന് സംശയിച്ച് മുറിയിലേക്ക് വരുമ്പോഴേക്കും സാറാമ്മ പറഞ്ഞു, "സംശയിക്കേണ്ട ബേബി, എൻ്റെ കൊച്ചുമകളാ, നമ്മുടെ കത്രീനാമ്മയുടെ മകള്. അവൾ കൂടെ വരാതെ കൊച്ചിനെ മാത്രം കൊണ്ടുവന്ന് വിട്ടിട്ട് പോയോ? അങ്ങനെയെങ്കിൽ അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ അവൾ എവിടെയുണ്ട്? അടുക്കളയിലാണോ?" ബേബി നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. കത്രീനയെ കണ്ടപ്പോൾ അവൻ പിടിച്ചു നിർത്തി ചോദിച്ചു, "നിനക്ക് പോകുന്ന കാര്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളെയെല്ലാം ഇങ്ങനെ തീ തീറ്റിക്കാതെ. എല്ലാ കാര്യങ്ങളും നിനക്ക് ചോർത്തി തന്നുകൊണ്ടിരുന്നതല്ലേ ഞാൻ. എന്നിട്ടും നീ പോകുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ." "ഞാൻ അറിഞ്ഞത് പിന്നെ ഇവിടെ ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓരോ കാര്യവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീടിരിക്കുന്ന തോടിൻ്റെ കരയിലെ മാവിൻ്റെ കാര്യം പോലും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്." "അപ്പോൾ ഇച്ചായൻ ഒരുമാതിരി ചാരപ്രവൃത്തി ചെയ്യുകയായിരുന്നു അല്ലേ? വിവരങ്ങൾ ഏതായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ സാരമില്ല. വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് പോകാൻ തന്നെയാ ഞങ്ങൾ വന്നത്." "പോകാനോ? ഇനി എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ 3 പേരും. അളിയന് പണിക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പണിക്ക് പൊക്കോട്ടെ. അളിയൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുഞ്ഞു കുറുമ്പിയെ വന്ന് കാണാമല്ലോ. ഇതിപ്പോൾ നീ ആനക്കയത്തിന് പോയാൽ ഞങ്ങൾക്കൊന്ന് വരാൻ വലിയ പാടാണ്." "അവളെ കാണാൻ അടുക്കളയിലേക്ക് ബേബി പോയിട്ട് കുറേ നേരമായല്ലോ. രണ്ടും കൂടി തമ്മിൽ അടിപിടിയായിരിക്കുമോ?" "നേരത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഭയങ്കര സ്നേഹവുമായിരുന്നു. രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ." അവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബേബിയും കത്രീനാമ്മയും തോളിൽ കൈയിട്ട് പുറത്തേക്ക് വന്നു. "ഞങ്ങളെല്ലാം വിചാരിച്ചു നിങ്ങൾ തമ്മിൽ അവിടെ ഭയങ്കര അടിയാണെന്ന്. പ്രശ്നം തീർക്കാൻ വരാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. കൈ കഴുകി കഴിഞ്ഞിട്ടാകാം എന്ന് അപ്പൻ പറഞ്ഞതുകൊണ്ട് അത്രയും നേരത്തേക്ക് ഇരുന്നതാ. അപ്പോഴല്ലേ തോളിൽ കൈയിട്ട് വരുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ. ഞങ്ങൾ രണ്ടും തമ്മിൽ നേരത്തെയും ഇങ്ങനെ തന്നെയല്ലേ. ചെറിയ കാര്യത്തിന് പിണങ്ങും, പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും. അല്ലാതെ ചേട്ടായിയെ പോലെ പിണങ്ങുകയുമില്ല. പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുകയുമില്ല എന്ന് പറയുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്ക് രണ്ടിനും ഇല്ലല്ലോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇവൾ തന്നെയാണ്. അല്ല, ഇവൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് പെങ്ങളായിട്ട്." അവർ രണ്ടുപേരും കൂടി ഭക്ഷണത്തിനിരുന്നു. അനു ആണെങ്കിൽ സാറാമ്മച്ചിയുടെ പ്ലേറ്റിൽ നിന്നും ഓരോ വറ്റെടുക്കും, തിന്നെന്ന് വരുത്തും, പുറത്തു കളയും. എല്ലാം കൂടിയായി ഭക്ഷണമേശയിൽ മുഴുവനും എല്ലാ സാധനങ്ങളും നിരത്തി വെടിപ്പാക്കി. അനുവിനോട് നിരത്തരുത് എന്നൊക്കെ പറയാൻ കത്രീന ശ്രമിച്ചപ്പോഴൊക്കെ അവരെ തടഞ്ഞുകൊണ്ട് സാറാമ്മ മുന്നിൽ തന്നെ നിന്നു. "ഇത് അവളുടെ വീടാണ്. അവൾക്കിവിടെ സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. മേശയിലെന്നല്ല, മുറ്റത്തോ പറമ്പിലോ എവിടെയും അവൾക്ക് എന്തും ചെയ്യാം. ഒന്നും പറയണ്ട. അവൾ മേശയിൽ നിരത്തി വൃത്തികേടാക്കിയെങ്കിൽ നമ്മളത് തുടച്ചു വൃത്തിയാക്കും. അത്ര തന്നെ. എൻ്റെ കൊച്ച് അങ്ങനെയൊക്കെ ചെയ്യും." അവളെ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ അവളുടെ വല്യമ്മയുടെ അടുത്തേക്കാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ ഒന്നായി നമ്മൾ പുറത്തുമായി എന്ന് കത്രീന അവതച്ചനോട് പറഞ്ഞു. "സാരമില്ലെന്നേ, അവൾ ആദ്യമായി കാണുന്നതല്ലേ അവളുടെ ഈ വല്യമ്മയെ. അവർ രണ്ടുപേരും തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ടെടുക്കാം. അല്ലെങ്കിലും അവൾക്ക് അവകാശപ്പെട്ട കയ്യിലല്ലേ അവളിരിക്കുന്നത്. പുറകെ പോവുകയേ വേണ്ട. അമ്മച്ചിക്ക് അതൊക്കെ അറിയാം. നിങ്ങളെ 3 പേരെയും വളർത്താൻ അറിയാമെങ്കിൽ അവളെ നോക്കാനും അമ്മച്ചിക്ക് അറിയാം." സാറാമ്മയുടെ കൈകളിൽ നിന്ന് അനുക്കുട്ടി ശരിക്കും സ്നേഹം ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
രണ്ടുപേരും ഭയങ്കര ചിരിയും കളിയുമാണ്. എന്താണവർ പറയുന്നതെന്നോ രണ്ടുപേർക്കും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ചിരിയും കളിയും കണ്ടാൽ രണ്ടിനും ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ 6 വയസ്സുകാരിയെ പോലെയും അത് കഴിഞ്ഞാൽ പിന്നെയും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരും എന്നല്ലേ പറയുന്നേ. അവസാനം മുട്ടിൽ നടക്കാൻ മാത്രം കഴിയുന്ന പരുവത്തിലെത്തും എന്നാണല്ലോ പറയുന്നത്. അനിക്കുട്ടിക്ക് വിശന്നു തുടങ്ങിയപ്പോഴാണ് അവൾ പിന്നെ വീടിനകത്തേക്ക് കയറാൻ ചിത്താന്തം കാട്ടിയത്. അത് പെട്ടെന്ന് തന്നെ വല്യമ്മച്ചിക്ക് മനസ്സിലാവുകയും ചെയ്തു. അവർ അപ്പോൾ തന്നെ കത്രീനാമ്മയെ വിളിച്ചു. ഈ കൊച്ചിന് കുടിക്കാൻ വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ കൊടുക്കടി. അതുമാത്രം എൻ്റെ കൈവശമുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ വലിച്ചു കുടിച്ചു തീർത്തതല്ലേ. ഒന്നുമില്ലാത്തത് അവളുടെ വായിൽ വെച്ചു കൊടുത്ത് അവളെ കബളിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വേഗം ഇറങ്ങി വാ. എൻ്റെ കൊച്ചിന് ഇപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു നെഞ്ചിൽ വിങ്ങലുമായി കത്രീന. കുറേ സമയമായി പെണ്ണൊന്ന് കുടിച്ചിട്ട്. നെഞ്ചിൽ മക്കൾക്ക് കൊടുക്കാനുള്ള പാൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് അമ്മമാർക്ക്. അതുകൊണ്ട് അവരെ കുടിപ്പിക്കാൻ അമ്മമാർക്ക് താല്പര്യം കൂടും. കത്രീന ചെല്ലുന്നതിന് മുൻപ് തന്നെ അനു അമ്മച്ചിയുടെ കൂടെ അകത്തേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ നേരത്തെ അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കുഞ്ഞിനെ കുടിപ്പിക്കാൻ തുടങ്ങി. അവതച്ചനൊക്കെ ഇപ്പോൾ ആനക്കയത്താണെന്നല്ലേ പറയുന്നത്. അവിടെ വലിയ തോതിൽ എൻക്രോച്ച് നടക്കുന്ന സ്ഥലമല്ലേ. നിങ്ങൾ സ്ഥലം സ്വന്തമായി വാങ്ങിച്ചതാണോ അതോ എൻക്രോച്ച് ചെയ്ത് എടുത്തതാണോ? കയറി എടുത്തതാണെങ്കിൽ ഇറക്കി വിട്ടെന്നിരിക്കും കേട്ടോ. ഇറക്കി വിട്ടാലും പേടിക്കാനില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. വീട്ടിലും സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഇറക്കി വിടുകയും മറ്റും ചെയ്യുമോ? അല്ലെങ്കിലും തനിക്ക് പട്ടയമുള്ള 1/2 ഏക്കർ ഉണ്ടല്ലോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. വായിച്ചവരെ എന്തെങ്കിലുമൊക്കെ എന്ന അഭിപ്രായം കൂടി പറഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും എനിക്കും മനസ്സിലാകും. ഞാനും തുടക്കക്കാരനാണ്. എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 14-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇടമുളയിൽ വീട് കുറച്ചകലെ കണ്ടപ്പോഴേക്കും തന്നെ 2 പേർക്കും നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ വീടാണ്. തിരിച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്ത് പറയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തു വേണമെങ്കിലും പറയാം, ഇറക്കി വിടുകയും ചെയ്യാം. ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക തന്നെ. അനുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കത്രീനാമ്മ തന്നെയാണ് മുമ്പിൽ നടന്നത്. പിന്നിലായി അല്പം മടിയോടെ അവതച്ചനും നടന്നു. മുറ്റത്തേക്ക് കയറി വരുന്ന മകളെ ചാരുകസേരയിൽ കിടന്ന കുട്ടിച്ചൻ കണ്ടു. അപ്പോഴേ അയാൾ നീട്ടി അകത്തേക്ക് വിളിച്ചു. സാറാമ്മോ, നമ്മുടെ കത്രീനയും കെട്ടിയോനും കൊച്ചും കൂടി വരുന്നുണ്ടടി. വേഗം ഇങ്ങോട്ടിറങ്ങി വാ. എന്നിട്ട് നീ ആ കൊച്ചിനെ ഇങ്ങ് മേടിക്ക്. കുട്ടിച്ചൻ വിളിച്ചു പറയുന്നത് ജോസും കേട്ടു. അവനും വേഗം തന്നെ ഇറങ്ങി വന്നു. ഒരേ സമയത്ത് തന്നെ സാറാമ്മയും ജോസും മുറ്റത്തേക്ക് എത്തി. ജോസിൻ്റെ ഭാവം ആകെ അങ്ങ് മാറി. അവൻ പറഞ്ഞു, പറയാതെ ഇറങ്ങിപ്പോയവൾ അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് കയറണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ തീരുമാനിച്ച് പറയുവോളം നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. അപമാനിച്ചു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജോസിന് അവരോട് ദേഷ്യമുണ്ടെന്നറിയാമായിരുന്നു. എന്നാലും ഇത്ര നാളായില്ലേ, അതൊക്കെ ക്ഷമിച്ചു കാണുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ശമനവും വന്നിട്ടില്ല എന്ന് ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി. എന്നാലും അവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മാത്രവുമല്ല, അവളുടെ ഒക്കത്തിരിക്കുന്ന തൻ്റെ കൊച്ചു കുഞ്ഞിനെ എടുക്കാൻ സാറാമ്മയ്ക്ക് കൈ ധരിക്കുന്നു. നല്ല തങ്കക്കുടം പോലെ ഒരു കുഞ്ഞ്. സാറാമ്മ തിരിഞ്ഞ് സങ്കടത്തോടെ കുട്ടിച്ചനെ നോക്കി. അതിൻ്റെ അർത്ഥം അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അയാൾ ജോസിനെ വിളിച്ചു. നീ അവരെ തടയുകയൊന്നും വേണ്ട. അവരിങ്ങോട്ട് കയറി വന്നോട്ടെ. അവർ ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല. ഇനി താമസത്തിന് വന്നതാണെങ്കിലും നിനക്കുള്ളതുപോലൊരവകാശം അവൾക്കുമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ നിന്നെപ്പോലെ വീട്ടിൽ ഓടി നടന്ന് പണിയെടുത്തവളാണ് അവളും. ഒരു പരിധിവരെ നോക്കിയാൽ നിന്നെക്കാളും കൂടുതൽ. അതുകൊണ്ട് ഒരുത്തനും ആരെയും ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നും മാറി അവർക്ക് വഴി കൊടുക്കുന്നതാണ് നല്ലത്.
ജോസിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ തൽക്കാലം മാറി നിന്നു. എന്നാൽ കത്രീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം എല്ലാവരെയും ഒന്ന് അതിശയിപ്പിച്ചു. അവൾ ചേട്ടായിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. ഞാൻ ആശിച്ചു പോയതല്ലേ ചേട്ടായി ഈ ജീവിതം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആശിച്ചത് നേടാൻ ചേട്ടായി ഒന്നും അനുവദിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് പോകേണ്ടി വന്നത്. എന്നോട് പൊറുക്കണം. എന്നിട്ടും ദേഷ്യമുണ്ടെങ്കിൽ പണ്ട് തരുന്നത് പോലെ തന്നെ ചെവിക്ക് പിടിച്ച് 2 കിഴുക്ക് താ. അതുകൂടി വാങ്ങിയാലേ എനിക്കൊരു സമാധാനമാവുകയുള്ളൂ. ഞാൻ ഇപ്പോഴും ആ കുഞ്ഞനിയത്തി കത്രീന തന്നെ. എനിക്ക് എന്നും ഇനി അങ്ങനെ ആയാൽ മതി. ജോസ് ദേഷ്യം തീരുവോളം അവളെ നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് പെങ്ങളെ അവൻ തന്നെ കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ആങ്ങളയുടെയും പെങ്ങളുടെയും ദേഷ്യവും സങ്കടവും എല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനു എവിടെയെന്നവർ നോക്കിയത്. സുഖമായി സാറാമ്മയുടെ ഒക്കത്തിരുന്ന് അനു അവരുടെ തലയിലെ വെളുത്ത തലമുടികൾ ഓരോന്നായി വലിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾ അമ്മച്ചിയോട് കമ്പനിയാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. ഇതുതന്നെ ആയിരുന്നല്ലോ അവിടുത്തെ വീട്ടിൽ ചെന്നപ്പോഴും. സ്വന്തക്കാരെ തിരിച്ചറിയാൻ കുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അല്ലാതെ ഇതിനെന്താണ് പറയാൻ കഴിയുക. ആനക്കയത്ത് അറിയില്ലാത്ത ഒരമ്മച്ചിയെ പള്ളിയിൽ കണ്ടാൽ അനു ആ ഭാഗത്തേക്ക് പോവുകയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ സാറാമ്മച്ചിയെ ആദ്യമായി കാണുകയാണ്. എന്നിട്ടോ നിമിഷ നേരത്തിനുള്ളിൽ അവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരായി. ഇപ്പോൾ തങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു പോലുമില്ല. അച്ഛയും വേണ്ട, അമ്മയും വേണ്ട. കത്രീന കുട്ടിച്ചനോടും മാപ്പ് പറഞ്ഞു. അയാൾ പറഞ്ഞത് നേരെ തിരിച്ചാണ്. നീ അതിൽ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചേ. നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അത് അംഗീകരിക്കേണ്ട കടമ എനിക്കായിരുന്നു. ഞാനാണതിൽ വഴികേട് കാണിച്ചത്. അതുകൊണ്ടാണല്ലോ നിനക്ക് പോകേണ്ടി വന്നത്. നിന്നെ തെറ്റു പറയുന്നതിൽ കാര്യമില്ല. തടിയുടെ വളവിലും ആശാരിയുടെ ചെത്തിലും ഉണ്ടെന്ന് കൂട്ടിക്കൂ. കുറഞ്ഞ സമയം കൊണ്ട് അവർ തമ്മിലുള്ള പരിഭവവും പിണക്കവും ഒക്കെ ഇല്ലാതെയായി. കത്രീന പഴയതുപോലെ അടുക്കളയിൽ കയറി. അപ്പോഴും അനു സാറാമ്മച്ചിയുടെ കൂടെ മുറ്റത്തും പൂന്തോട്ടത്തിലുമൊക്കെ ചുറ്റി നടക്കുകയാണ്. അവൾക്ക് കാണുന്നതെല്ലാം പുതുമയാണ്. തുമ്പികളെ പിടിച്ചു കൊടുക്കാനും പൂമ്പാറ്റയെ പിടിച്ചു കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നു. സാറാമ്മച്ചി അതുപോലെ ചെയ്തു കൊടുക്കുന്നു. അവൾ സന്തോഷിച്ചുകൊണ്ട് അമ്മച്ചിയുടെ ഒക്കത്തിരുന്ന് കൂടെ പോകുന്നു. കത്രീന എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി. ചോറ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സാധനങ്ങൾ ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവൾ ഊണിനുള്ള കറികൾ തയ്യാറാക്കി. എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ബേബിയുടെ വരവ്. വീട്ടിൽ ആരോ പുതിയതായി വന്നിട്ടുണ്ടെന്ന് അവൻ പുറമേ നിന്നേ മനസ്സിലാക്കി. ആരായിരിക്കണം എന്ന് സംശയിച്ച് മുറിയിലേക്ക് വരുമ്പോഴേക്കും സാറാമ്മ പറഞ്ഞു. സംശയിക്കേണ്ട ബേബി, എൻ്റെ കൊച്ചുമകളാ, നമ്മുടെ കത്രീനാവയുടെ മകള്. അവൾ കൂടെ വരാതെ കൊച്ചിനെ മാത്രം കൊണ്ടുവന്ന് വിട്ടിട്ട് പോയോ? അങ്ങനെയെങ്കിൽ അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ അവൾ എവിടെയുണ്ട്? അടുക്കളയിലാണോ? ബേബി നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. കത്രീനയെ കണ്ടപ്പോൾ അവൻ പിടിച്ചു നിർത്തി ചോദിച്ചു. നിനക്ക് പോകുന്ന കാര്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളെയെല്ലാം ഇങ്ങനെ തീ തീറ്റിക്കാതെ. എല്ലാ കാര്യങ്ങളും നിനക്ക് ചോർത്തി തന്നുകൊണ്ടിരുന്നതല്ലേ ഞാൻ. എന്നിട്ടും നീ പോകുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞത് പിന്നെ ഇവിടെ ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓരോ കാര്യവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീടിരിക്കുന്ന തോടിൻ്റെ കരയിലെ മാവിൻ്റെ കാര്യം പോലും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചായൻ ഒരുമാതിരി ചാരപ്രവൃത്തി ചെയ്യുകയായിരുന്നു അല്ലേ? വിവരങ്ങൾ ഏതായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ സാരമില്ല. വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് പോകാൻ തന്നെയാ ഞങ്ങൾ വന്നത്. പോകാനോ? ഇനി എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ 3 പേരും. അളിയന് പണിക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പണിക്ക് പൊക്കോട്ടെ. അളിയൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുഞ്ഞു കുറുമ്പിയെ വന്ന് കാണാമല്ലോ. ഇതിപ്പോൾ നീ ആനക്കയത്തിന് പോയാൽ ഞങ്ങൾക്കൊന്ന് വരാൻ വലിയ പാടാണ്. അവളെ കാണാൻ അടുക്കളയിലേക്ക് ബേബി പോയിട്ട് കുറേ നേരമായല്ലോ. രണ്ടും കൂടി തമ്മിൽ അടിപിടിയായിരിക്കുമോ? നേരത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഭയങ്കര സ്നേഹവുമായിരുന്നു.
രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബേബിയും കത്രീനാമ്മയും തോളിൽ കൈയിട്ട് പുറത്തേക്ക് വന്നു. ഞങ്ങളെല്ലാം വിചാരിച്ചു നിങ്ങൾ തമ്മിൽ അവിടെ ഭയങ്കര അടിയാണെന്ന്. പ്രശ്നം തീർക്കാൻ വരാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. കൈ കഴുകി കഴിഞ്ഞിട്ടാകാം എന്ന് അപ്പൻ പറഞ്ഞതുകൊണ്ട് അത്രയും നേരത്തേക്ക് ഇരുന്നതാ. അപ്പോഴല്ലേ തോളിൽ കൈയിട്ട് വരുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ. ഞങ്ങൾ രണ്ടും തമ്മിൽ നേരത്തെയും ഇങ്ങനെ തന്നെയല്ലേ. ചെറിയ കാര്യത്തിന് പിണങ്ങും, പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും. അല്ലാതെ ചേട്ടായിയെ പോലെ പിണങ്ങുകയുമില്ല. പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുകയുമില്ല എന്ന് പറയുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്ക് രണ്ടിനും ഇല്ലല്ലോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇവൾ തന്നെയാണ്. അല്ല, ഇവൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് പെങ്ങളായിട്ട്. അവർ രണ്ടുപേരും കൂടി ഭക്ഷണത്തിനിരുന്നു. അനു ആണെങ്കിൽ സാറാമ്മച്ചിയുടെ പ്ലേറ്റിൽ നിന്നും ഓരോ വറ്റെടുക്കും, തിന്നെന്ന് വരുത്തും, പുറത്ത് കളയും. എല്ലാം കൂടിയായി ഭക്ഷണമേശയിൽ മുഴുവനും എല്ലാ സാധനങ്ങളും നിരത്തി വെടിപ്പാക്കി. അനുവിനോട് നിരത്തരുത് എന്നൊക്കെ പറയാൻ കത്രീന ശ്രമിച്ചപ്പോഴൊക്കെ അവരെ തടഞ്ഞുകൊണ്ട് സാറാമ്മ മുന്നിൽ തന്നെ നിന്നു. ഇത് അവളുടെ വീടാണ്, അവൾക്കിവിടെ സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. മേശയിലെന്നല്ല, മുറ്റത്തോ പറമ്പിലോ എവിടെയും അവൾക്ക് എന്തും ചെയ്യാം. ഒന്നും പറയണ്ട. അവൾ മേശയിൽ നിരത്തി വൃത്തികേടാക്കിയെങ്കിൽ നമ്മളത് തുടച്ചു വൃത്തിയാക്കും, അത്ര തന്നെ. എൻ്റെ കൊച്ച് അങ്ങനെയൊക്കെ ചെയ്യും. അവളെ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ അവളുടെ വല്യമ്മയുടെ അടുത്തേക്കാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ ഒന്നായി, നമ്മൾ പുറത്തുമായി എന്ന് കത്രീന അവതച്ചനോട് പറഞ്ഞു. സാരമില്ലെന്നേ, അവൾ ആദ്യമായി കാണുന്നതല്ലേ അവളുടെ ഈ വല്യമ്മയെ. അവർ രണ്ടുപേരും തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ടെടുക്കാം. അല്ലെങ്കിലും അവൾക്ക് അവകാശപ്പെട്ട കയ്യിലല്ലേ അവളിരിക്കുന്നത്. പുറകെ പോവുകയേ വേണ്ട. അമ്മച്ചിക്ക് അതൊക്കെ അറിയാം. നിങ്ങളെ 3 പേരെയും വളർത്താൻ അറിയാമെങ്കിൽ അവളെ നോക്കാനും അമ്മച്ചിക്ക് അറിയാം. സാറാമ്മയുടെ കൈകളിൽ നിന്ന് അനുക്കുട്ടി ശരിക്കും സ്നേഹം ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 2 പേരും ഭയങ്കര ചിരിയും കളിയുമാണ്. എന്താണവർ പറയുന്നതെന്നോ 2 പേർക്കും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ചിരിയും കളിയും കണ്ടാൽ രണ്ടിനും ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ 6 വയസ്സുകാരിയെ പോലെയും, അത് കഴിഞ്ഞാൽ പിന്നെയും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരും എന്നല്ലേ പറയുന്നേ. അവസാനം മുട്ടിൽ നടക്കാൻ മാത്രം കഴിയുന്ന പരുവത്തിലെത്തും എന്നാണല്ലോ പറയുന്നത്. അനുക്കുട്ടിക്ക് വിശന്നു തുടങ്ങിയപ്പോഴാണ് അവൾ പിന്നെ വീടിനകത്തേക്ക് കയറാൻ ചിത്താന്തം കാട്ടിയത്. അത് പെട്ടെന്ന് തന്നെ വല്യമ്മച്ചിക്ക് മനസ്സിലാവുകയും ചെയ്തു. അവർ അപ്പോൾ തന്നെ കത്രീനാമ്മയെ വിളിച്ചു. ഈ കൊച്ചിന് കുടിക്കാൻ വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ കൊടുക്കടി. അതുമാത്രം എൻ്റെ കൈവശമുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ വലിച്ചു കുടിച്ചു തീർത്തതല്ലേ. ഒന്നുമില്ലാത്തത് അവളുടെ വായിൽ വെച്ചു കൊടുത്ത് അവളെ കബളിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വേഗം ഇറങ്ങി വാ. എൻ്റെ കൊച്ചിന് ഇപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു നെഞ്ചിൽ വിങ്ങലുമായി കത്രീന. കുറേ സമയമായി പെണ്ണൊന്ന് കുടിച്ചിട്ട്. നെഞ്ചിൽ മക്കൾക്ക് കൊടുക്കാനുള്ള പാൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് അമ്മമാർക്ക്. അതുകൊണ്ട് അവരെ കുടിപ്പിക്കാൻ അമ്മമാർക്ക് താല്പര്യം കൂടും. കത്രീന ചെല്ലുന്നതിന് മുൻപ് തന്നെ അനു അമ്മച്ചിയുടെ കൂടെ അകത്തേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ നേരത്തെ അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കുഞ്ഞിനെ കുടിപ്പിക്കാൻ തുടങ്ങി. അവതച്ചനൊക്കെ ഇപ്പോൾ ആനക്കയത്താണെന്നല്ലേ പറയുന്നത്. അവിടെ വലിയ തോതിൽ എൻക്രോച്ച് നടക്കുന്ന സ്ഥലമല്ലേ. നിങ്ങൾ സ്ഥലം സ്വന്തമായി വാങ്ങിച്ചതാണോ അതോ എൻക്രോച്ച് ചെയ്ത് എടുത്തതാണോ? കയറി എടുത്തതാണെങ്കിൽ ഇറക്കി വിട്ടെന്നിരിക്കും കേട്ടോ. ഇറക്കി വിട്ടാലും പേടിക്കാനില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. വീട്ടിലും സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഇറക്കി വിടുകയും മറ്റും ചെയ്യുമോ? അല്ലെങ്കിലും തനിക്ക് പട്ടയമുള്ള 1/2 ഏക്കർ ഉണ്ടല്ലോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. വായിച്ചവരെ എന്തെങ്കിലുമൊക്കെ എന്ന അഭിപ്രായം കൂടി പറഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും എനിക്കും മനസ്സിലാകും. ഞാനും തുടക്കക്കാരനാണ്. എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 14-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇടമുളയിൽ വീട് കുറച്ചകലെ കണ്ടപ്പോഴേക്കും തന്നെ 2 പേർക്കും നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി.
പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ വീടാണ്. തിരിച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തു പറയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തു വേണമെങ്കിലും പറയാം, ഇറക്കി വിടുകയും ചെയ്യാം. ഏതായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക തന്നെ. അനുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കത്രീനാമ്മ തന്നെയാണ് മുമ്പിൽ നടന്നത്. പിന്നിലായി അല്പം മടിയോടെ അവതച്ചനും നടന്നു. മുറ്റത്തേക്ക് കയറി വരുന്ന മകളെ ചാരുകസേരയിൽ കിടന്ന കുട്ടിച്ചൻ കണ്ടു. അപ്പോഴേ അയാൾ നീട്ടി അകത്തേക്ക് വിളിച്ചു. സാറാമ്മോ, നമ്മുടെ കത്രീനയും കെട്ടിയോനും കൊച്ചും കൂടി വരുന്നുണ്ടടി. വേഗം ഇങ്ങോട്ടിറങ്ങി വാ. എന്നിട്ട് നീ ആ കൊച്ചിനെ ഇങ്ങ് മേടിക്ക്. കുട്ടിച്ചൻ വിളിച്ചു പറയുന്നത് ജോസും കേട്ടു. അവനും വേഗം തന്നെ ഇറങ്ങി വന്നു. ഒരേ സമയത്ത് തന്നെ സാറാമ്മയും ജോസും മുറ്റത്തേക്ക് എത്തി. ജോസിൻ്റെ ഭാവം ആകെ അങ്ങ് മാറി. അവൻ പറഞ്ഞു, പറയാതെ ഇറങ്ങിപ്പോയവൾ അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് കയറണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ തീരുമാനിച്ചു പറയുവോളം നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. അപമാനിച്ചു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജോസിന് അവരോട് ദേഷ്യമുണ്ടെന്നറിയാമായിരുന്നു. എന്നാലും ഇത്ര നാളായില്ലേ, അതൊക്കെ ക്ഷമിച്ചു കാണുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ശമനവും വന്നിട്ടില്ല എന്ന് ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി. എന്നാലും അവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. മാത്രവുമല്ല, അവളുടെ ഒക്കത്തിരിക്കുന്ന തൻ്റെ കൊച്ചു കുഞ്ഞിനെ എടുക്കാൻ സാറാമ്മയ്ക്ക് കൈ ധരിക്കുന്നു. നല്ല തങ്കക്കുടം പോലെ ഒരു കുഞ്ഞ്. സാറാമ്മ തിരിഞ്ഞ് സങ്കടത്തോടെ കുട്ടിച്ചനെ നോക്കി. അതിൻ്റെ അർത്ഥം അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അയാൾ ജോസിനെ വിളിച്ചു. നീ അവരെ തടയുകയൊന്നും വേണ്ട. അവരിങ്ങോട്ട് കയറി വന്നോട്ടെ. അവർ ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല. ഇനി താമസത്തിന് വന്നതാണെങ്കിലും നിനക്കുള്ളതുപോലൊരവകാശം അവൾക്കുമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ നിന്നെപ്പോലെ വീട്ടിൽ ഓടി നടന്ന് പണിയെടുത്തവളാണ് അവളും. ഒരു പരിധിവരെ നോക്കിയാൽ നിന്നെക്കാളും കൂടുതൽ. അതുകൊണ്ട് ഒരുത്തനും ആരെയും ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് അവിടെ നിന്നും മാറി അവർക്ക് വഴി കൊടുക്കുന്നതാണ് നല്ലത്. ജോസിന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ തൽക്കാലം മാറി നിന്നു. എന്നാൽ കത്രീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം എല്ലാവരെയും ഒന്ന് അതിശയിപ്പിച്ചു. അവൾ ചേട്ടായിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. ഞാൻ ആശിച്ചു പോയതല്ലേ ചേട്ടായി ഈ ജീവിതം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആശിച്ചത് നേടാൻ ചേട്ടായി ഒന്നും അനുവദിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് പോകേണ്ടി വന്നത്. എന്നോട് പൊറുക്കണം. എന്നിട്ടും ദേഷ്യമുണ്ടെങ്കിൽ പണ്ട് തരുന്നത് പോലെ തന്നെ ചെവിക്ക് പിടിച്ച് 2 കിഴുക്ക് താ. അതുകൂടി വാങ്ങിയാലേ എനിക്കൊരു സമാധാനമാവുകയുള്ളൂ. ഞാൻ ഇപ്പോഴും ആ കുഞ്ഞനിയത്തി കത്രീന തന്നെ. എനിക്ക് എന്നും ഇനി അങ്ങനെ ആയാൽ മതി. ജോസ് ദേഷ്യം തീരുവോളം അവളെ നുള്ളുകയും പിച്ചുകയും ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് പെങ്ങളെ അവൻ തന്നെ കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ആങ്ങളയുടെയും പെങ്ങളുടെയും ദേഷ്യവും സങ്കടവും എല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനു എവിടെയെന്നവർ നോക്കിയത്. സുഖമായി സാറാമ്മയുടെ ഒക്കത്തിരുന്ന് അനു അവരുടെ തലയിലെ വെളുത്ത തലമുടികൾ ഓരോന്നായി വലിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾ അമ്മച്ചിയോട് കമ്പനിയാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. ഇതുതന്നെ ആയിരുന്നല്ലോ അവിടുത്തെ വീട്ടിൽ ചെന്നപ്പോഴും. സ്വന്തക്കാരെ തിരിച്ചറിയാൻ കുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അല്ലാതെ ഇതിനെന്താണ് പറയാൻ കഴിയുക? ആനക്കയത്ത് അറിയില്ലാത്ത ഒരമ്മച്ചിയെ പള്ളിയിൽ കണ്ടാൽ അനു ആ ഭാഗത്തേക്ക് പോവുകയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ സാറാമ്മച്ചിയെ ആദ്യമായി കാണുകയാണ്. എന്നിട്ടോ നിമിഷ നേരത്തിനുള്ളിൽ അവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരായി. ഇപ്പോൾ തങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു പോലുമില്ല. അച്ഛയും വേണ്ട, അമ്മയും വേണ്ട. കത്രീന കുട്ടിച്ചനോടും മാപ്പ് പറഞ്ഞു. അയാൾ പറഞ്ഞത് നേരെ തിരിച്ചാണ്. നീ അതിൽ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല കൊച്ചേ. നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അത് അംഗീകരിക്കേണ്ട കടമ എനിക്കായിരുന്നു. ഞാനാണതിൽ വഴികേട് കാണിച്ചത്. അതുകൊണ്ടാണല്ലോ നിനക്ക് പോകേണ്ടി വന്നത്. നിന്നെ തെറ്റു പറയുന്നതിൽ കാര്യമില്ല. തടിയുടെ വളവിലും ആശാരിയുടെ ചെത്തിലും ഉണ്ടെന്ന് കൂട്ടിക്കൂ. കുറഞ്ഞ സമയം കൊണ്ട് അവർ തമ്മിലുള്ള പരിഭവവും പിണക്കവും ഒക്കെ ഇല്ലാതെയായി. കത്രീന പഴയതുപോലെ അടുക്കളയിൽ കയറി. അപ്പോഴും അനു സാറാമ്മച്ചിയുടെ കൂടെ മുറ്റത്തും പൂന്തോട്ടത്തിലുമൊക്കെ ചുറ്റി നടക്കുകയാണ്. അവൾക്ക് കാണുന്നതെല്ലാം പുതുമയാണ്. തുമ്പികളെ പിടിച്ചു കൊടുക്കാനും പൂമ്പാറ്റയെ പിടിച്ചു കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നു. സാറാമ്മച്ചി അതുപോലെ ചെയ്തു കൊടുക്കുന്നു. അവൾ സന്തോഷിച്ചുകൊണ്ട് അമ്മച്ചിയുടെ ഒക്കത്തിരുന്ന് കൂടെ പോകുന്നു.
കത്രീന എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി. ചോറ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സാധനങ്ങൾ ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവൾ ഊണിനുള്ള കറികൾ തയ്യാറാക്കി. എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ബേബിയുടെ വരവ്. വീട്ടിൽ ആരോ പുതിയതായി വന്നിട്ടുണ്ടെന്ന് അവൻ പുറമേ നിന്നേ മനസ്സിലാക്കി. ആരായിരിക്കണം എന്ന് സംശയിച്ച് മുറിയിലേക്ക് വരുമ്പോഴേക്കും സാറാമ്മ പറഞ്ഞു, "സംശയിക്കണ്ട ബേബി, എൻ്റെ കൊച്ചുമകളാ, നമ്മുടെ കത്രീനാവയുടെ മകള്. അവൾ കൂടെ വരാതെ കൊച്ചിനെ മാത്രം കൊണ്ടുവന്ന് വിട്ടിട്ട് പോയോ? അങ്ങനെയെങ്കിൽ അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ അവൾ എവിടെയുണ്ട്? അടുക്കളയിലാണോ?" ബേബി നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. കത്രീനയെ കണ്ടപ്പോൾ അവൻ പിടിച്ചു നിർത്തി ചോദിച്ചു, "നിനക്ക് പോകുന്ന കാര്യം എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളെയെല്ലാം ഇങ്ങനെ തീ തീറ്റിക്കാതെ. എല്ലാ കാര്യങ്ങളും നിനക്ക് ചോർത്തി തന്നുകൊണ്ടിരുന്നതല്ലേ ഞാൻ. എന്നിട്ടും നീ പോകുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ." "ഞാൻ അറിഞ്ഞത് പിന്നെ ഇവിടെ ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓരോ കാര്യവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീടിരിക്കുന്ന തോടിൻ്റെ കരയിലെ മാവിൻ്റെ കാര്യം പോലും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്." "അപ്പോൾ ഇച്ചായൻ ഒരുമാതിരി ചാരപ്രവൃത്തി ചെയ്യുകയായിരുന്നു അല്ലേ? വിവരങ്ങൾ ഏതായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ സാരമില്ല. വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് പോകാൻ തന്നെയാ ഞങ്ങൾ വന്നത്." "പോകാനോ? ഇനി എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ 3 പേരും. അളിയന് പണിക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പണിക്ക് പൊക്കോട്ടെ. അളിയൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുഞ്ഞു കുറുമ്പിയെ വന്ന് കാണാമല്ലോ. ഇതിപ്പോൾ നീ ആനക്കയത്തിന് പോയാൽ ഞങ്ങൾക്കൊന്ന് വരാൻ വലിയ പാടാണ്." "അവളെ കാണാൻ അടുക്കളയിലേക്ക് ബേബി പോയിട്ട് കുറേ നേരമായല്ലോ. രണ്ടും കൂടി തമ്മിൽ അടിപിടിയായിരിക്കുമോ?" "നേരത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഭയങ്കര സ്നേഹവുമായിരുന്നു. രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ." അവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബേബിയും കത്രീനാമ്മയും തോളിൽ കൈയിട്ട് പുറത്തേക്ക് വന്നു. "ഞങ്ങളെല്ലാം വിചാരിച്ചു നിങ്ങൾ തമ്മിൽ അവിടെ ഭയങ്കര അടിയാണെന്ന്. പ്രശ്നം തീർക്കാൻ വരാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. കൈ കഴുകി കഴിഞ്ഞിട്ടാകാം എന്ന് അപ്പൻ പറഞ്ഞതുകൊണ്ട് അത്രയും നേരത്തേക്ക് ഇരുന്നതാ. അപ്പോഴല്ലേ തോളിൽ കൈയിട്ട് വരുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ. ഞങ്ങൾ രണ്ടും തമ്മിൽ നേരത്തെയും ഇങ്ങനെ തന്നെയല്ലേ. ചെറിയ കാര്യത്തിന് പിണങ്ങും, പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യും. അല്ലാതെ ചേട്ടായിയെപ്പോലെ പിണങ്ങുകയുമില്ല. പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുകയുമില്ല എന്ന് പറയുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്ക് രണ്ടിനും ഇല്ലല്ലോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇവൾ തന്നെയാണ്. അല്ല, ഇവൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് പെങ്ങളായിട്ട്." അവർ രണ്ടുപേരും കൂടി ഭക്ഷണത്തിനിരുന്നു. അനുവാണെങ്കിൽ സാറാമ്മച്ചിയുടെ പ്ലേറ്റിൽ നിന്നും ഓരോ വറ്റെടുക്കും, തിന്നെന്ന് വരുത്തും, പുറത്ത് കളയും. എല്ലാം കൂടിയായി ഭക്ഷണമേശയിൽ മുഴുവനും എല്ലാ സാധനങ്ങളും നിരത്തി വെടിപ്പാക്കി. അനുവിനോട് നിരത്തരുത് എന്നൊക്കെ പറയാൻ കത്രീന ശ്രമിച്ചപ്പോഴൊക്കെ അവരെ തടഞ്ഞുകൊണ്ട് സാറാമ്മ മുന്നിൽ തന്നെ നിന്നു. "ഇത് അവളുടെ വീടാണ്. അവൾക്കിവിടെ സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. മേശയിലെന്നല്ല, മുറ്റത്തോ പറമ്പിലോ എവിടെയും അവൾക്ക് എന്തും ചെയ്യാം. ഒന്നും പറയണ്ട. അവൾ മേശയിൽ നിരത്തി വൃത്തികേടാക്കിയെങ്കിൽ നമ്മൾ അത് തുടച്ച് വൃത്തിയാക്കും. അത്ര തന്നെ. എൻ്റെ കൊച്ച് അങ്ങനെയൊക്കെ ചെയ്യും." അവളെ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ അവളുടെ വല്യമ്മയുടെ അടുത്തേക്കാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ ഒന്നായി നമ്മൾ പുറത്തുമായി എന്ന് കത്രീന അവതച്ചനോട് പറഞ്ഞു. "സാരമില്ലെന്നേ, അവൾ ആദ്യമായി കാണുന്നതല്ലേ അവളുടെ ഈ വല്യമ്മയെ. അവർ രണ്ടുപേരും തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ടെടുക്കാം. അല്ലെങ്കിലും അവൾക്ക് അവകാശപ്പെട്ട കയ്യിലല്ലേ അവളിരിക്കുന്നത്. പുറകെ പോവുകയേ വേണ്ട. അമ്മച്ചിക്ക് അതൊക്കെ അറിയാം. നിങ്ങളെ 3 പേരെയും വളർത്താൻ അറിയാമെങ്കിൽ അവളെ നോക്കാനും അമ്മച്ചിക്ക് അറിയാം." സാറാമ്മയുടെ കൈകളിൽ നിന്ന് അനുക്കുട്ടി ശരിക്കും സ്നേഹം ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 2 പേരും ഭയങ്കര ചിരിയും കളിയുമാണ്. എന്താണവർ പറയുന്നതെന്നോ 2 പേർക്കും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ചിരിയും കളിയും കണ്ടാൽ രണ്ടിനും ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ 6 വയസ്സുകാരിയെ പോലെയും
അത് കഴിഞ്ഞാൽ പിന്നെയും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരും എന്നല്ലേ പറയുന്നേ. അവസാനം മുട്ടിൽ നടക്കാൻ മാത്രം കഴിയുന്ന പരുവത്തിലെത്തും എന്നാണല്ലോ പറയുന്നത്. ആനിക്കുട്ടിക്ക് വിശന്നു തുടങ്ങിയപ്പോഴാണ് അവൾ പിന്നെ വീടിനകത്തേക്ക് കയറാൻ ചിത്താന്തം കാട്ടിയത്. അത് പെട്ടെന്ന് തന്നെ വല്യമ്മച്ചിക്ക് മനസ്സിലാവുകയും ചെയ്തു. അവർ അപ്പോൾ തന്നെ കത്രീനാമ്മയെ വിളിച്ചു. ഈ കൊച്ചിന് കുടിക്കാൻ വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ കൊടുക്കടി. അതുമാത്രം എൻ്റെ കൈവശമുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ വലിച്ചു കുടിച്ചു തീർത്തതല്ലേ. ഒന്നുമില്ലാത്തത് അവളുടെ വായിൽ വെച്ചു കൊടുത്ത് അവളെ കബളിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വേഗം ഇറങ്ങി വാ. എൻ്റെ കൊച്ചിന് ഇപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു നെഞ്ചിൽ വിങ്ങലുമായി കത്രീന. കുറേ സമയമായി പെണ്ണൊന്ന് കുടിച്ചിട്ട്. നെഞ്ചിൽ മക്കൾക്ക് കൊടുക്കാനുള്ള പാൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് അമ്മമാർക്ക്. അതുകൊണ്ട് അവരെ കുടിപ്പിക്കാൻ അമ്മമാർക്ക് താല്പര്യം കൂടും. കത്രീന ചെല്ലുന്നതിന് മുൻപ് തന്നെ അനു അമ്മച്ചിയുടെ കൂടെ അകത്തേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ നേരത്തെ അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു കുഞ്ഞിനെ കുടിപ്പിക്കാൻ തുടങ്ങി. അവതച്ചനൊക്കെ ഇപ്പോൾ ആനക്കയത്താണെന്നല്ലേ പറയുന്നത്. അവിടെ വലിയ തോതിൽ എൻക്രോച്ച് നടക്കുന്ന സ്ഥലമല്ലേ. നിങ്ങൾ സ്ഥലം സ്വന്തമായി വാങ്ങിച്ചതാണോ അതോ എൻക്രോച്ച് ചെയ്ത് എടുത്തതാണോ? കയറി എടുത്തതാണെങ്കിൽ ഇറക്കി വിട്ടെന്നിരിക്കും കേട്ടോ. ഇറക്കി വിട്ടാലും പേടിക്കാനില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. വീട്ടിലും സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഇറക്കി വിടുകയും മറ്റും ചെയ്യുമോ? അല്ലെങ്കിലും തനിക്ക് പട്ടയമുള്ള 1/2 ഏക്കർ ഉണ്ടല്ലോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. വായിച്ചവരെ എന്തെങ്കിലുമൊക്കെ എന്ന അഭിപ്രായം കൂടി പറഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും എനിക്കും മനസ്സിലാകും. ഞാനും തുടക്കക്കാരനാണ്.